So far we have developed our considerations on perturbation theory, but I must tell you now in this point that what we have already developed is the general perturbation theory that is applied to non-degenerate cases, in which we assume that the wave function representing the system before perturbation, that is the unperturbed system, is non-degenerate. I think you will be able to recall the concept of degeneracy. It is the occurrence of more than one quantum state having the same energy. അപ്പോൾ നോൺ ഡീജനറേറ്റ് ആകുന്ന സമയത്ത് ഒരു എനർജി ഉള്ള ഒരു വേവ് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ നോൺ ഡീജനറേറ്റ് കേസിൽ. അല്ലെങ്കിൽ അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ ക്വാണ്ടം സ്റ്റേറ്റിന്റെ പ്രത്യേകത അങ്ങനെയായിട്ടാണ് നമ്മൾ പറയേണ്ടത്. ഒരു എനർജി ഉള്ള ഒരൊറ്റ ക്വാണ്ടം സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. ബട്ട് ഇൻ ഡീജനറേറ്റ് കേസസ് there will be more than one quantum state having the same energy. So for example, ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഒന്നാമത്തെ ക്വാണ്ടം സ്റ്റേറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലാകെ ഒരു ഓർബിറ്റലേ ഉള്ളൂ, അത് 1s ഓർബിറ്റലാണ്. അതിന്റെ എനർജി -13.6 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ, ദാറ്റ് ഈസ് -13.6 ഇലക്ട്രോൺ വോൾട്ട് മാത്രം. അവിടെ ഇപ്പോൾ ആകെ നമ്മൾ 1 0 0, എന്നിന്റെ വാല്യൂ 1, എല്ലിന്റെ വാല്യൂ 0, എമ്മിന്റെ വാല്യൂ 0 ആയിട്ട് ആകെ ഒരു ഐഗൻ വെക്ടർ മാത്രമേ റെപ്രസെന്റ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. എന്നാൽ n=2 സ്റ്റേറ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ n=2 ആകുമ്പോൾ എല്ലിന്റെ വാല്യൂ 0 മുതൽ n-1 വരെ പോകാം. അപ്പൊ എല്ലിന്റെ വാല്യൂ 0യും പോസിബിൾ ആണ്, 1ഉം പോസിബിൾ ആണ്. എല്ലിന് 0 ആണ് വാല്യൂ എങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എമ്മിന്റെ വാല്യൂ -l ത്രൂ 0 to +l ആണ്. അപ്പൊ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എമ്മിന് ഒരേ ഒരു വാല്യൂ ഉള്ളൂ, 0. 1 എല്ലിന്റെ വാല്യൂ 1 ആവുമ്പോൾ എമ്മിന് 3 വാല്യൂ പോസിബിൾ ആണ്. ദീസ് ആർ -1, 0 ആൻഡ് +1. ഇങ്ങനെ വരുമ്പോൾ n=2 എന്ന ക്വാണ്ടം സ്റ്റേറ്റിനകത്ത് എനർജി വരുന്നത് -13.6 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ, ദാറ്റ് ഈസ് 4 ആണ്. ഈ എനർജി ഉള്ള 4 ക്വാണ്ടം സ്റ്റേറ്റുകൾ പക്ഷേ ഈ ഒരു ഷെല്ലിൽ ഉണ്ട്. ആ 4 ക്വാണ്ടം സ്റ്റേറ്റുകൾ നമ്മൾ NLM ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ കെറ്റ് 2 0 0 ഒന്നാമത്തെ ക്വാണ്ടം സ്റ്റേറ്റ്, കെറ്റ് 2 0 0 രണ്ടാമത്തെ ക്വാണ്ടം സ്റ്റേറ്റ്, കെറ്റ് 2 എൻ്റെ വാല്യൂ 2, എല്ലിന്റെ വാല്യൂ 1 കൊടുക്കുക, 2 1, എമ്മിന്റെ വാല്യൂ 3 എണ്ണം ഉണ്ടാവാം. അപ്പോൾ ആദ്യത്തെ എം വാല്യൂ വരുമ്പോൾ -1, കെറ്റ് NLM എന്നുള്ളത് 2 1 -1 വരും. പിന്നെ കെറ്റ് 2 1 0 വരും. പിന്നെ കെറ്റ് 2 1 +1 വരും. ഇങ്ങനെ 4 ക്വാണ്ടം സ്റ്റേറ്റുകളുണ്ട്. ഈ 4 ക്വാണ്ടം സ്റ്റേറ്റുകളുടെയും എനർജി സെയിം ആണ്, 13.6 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ ആയിട്ടുള്ള 4. അപ്പോൾ നമ്മൾ പറയും ഹൈഡ്രജൻ ആറ്റത്തിന്റെ n=2 സ്റ്റേറ്റ് 4 ഫോൾഡ് ഡീജനറേറ്റ് ആണ്. 13.6/4 -13.6/4 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള 4 ക്വാണ്ടം സ്റ്റേറ്റുകൾ അവിടെ ഉണ്ട് എന്ന്. അപ്പൊ ഇതാണ് ഡീജനറസി എന്ന കോൺസെപ്റ്റ്. ഇതുവരെ നമ്മൾ പറഞ്ഞിടത്തൊന്നും അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ഡീജനറേറ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഡീജനറേറ്റ് ആണെന്നോ നോൺ ഡീജനറേറ്റ് ആണെന്നോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജനറൽ പെർട്ടർബേഷൻ തിയറി ആയിട്ട് നമ്മളത് പറഞ്ഞു പോന്നു. സോ ആക്ച്വലി ഇൻ ദിസ് പോയിന്റ് വൺസ് യു ആർ ഗോയിങ് ടു മേക്ക് എ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കോൺസെപ്റ്റ് ഓർ സെപ്പറേഷൻ ഓഫ് ദിസ് പെർട്ടർബേഷൻ തിയറി ഇൻ ദ റെജീം ഓഫ് ഡീജനറേറ്റ് cases, we will have to ascertain that what we have discussed so far corresponds to non-degenerate perturbation theory. So now in this case we will move to degenerate perturbation theory. How we will formulate, or what will be the impact of the perturbation theory being applied to a system whose unperturbed counterpart is degenerate. അപ്പോൾ നേരത്തെ നമ്മൾ അൺപെർട്ടർബ്ഡ് വേവ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തിരുന്നത് n0 എന്നായിരുന്നു, അണ്ടർ ദ അസംഷൻ ദാറ്റ് ദി n0 ഈസ് യുണീക്ക് ഇൻ ദ സെൻസ് ദാറ്റ് there is only one quantum state n0 having an energy say En0. But once you consider a degenerate case, there could be more than one quantum state having this energy En0. Let
for the sake of convenience, we consider that the degeneracy is twofold, so that there are two quantum states, say psi n0 and psi L0 having the same energy En0. ശരിക്കും psi L0ന്റെ എനർജി EL0 എന്നാണ് നമ്മൾ പറയേണ്ടത്. EL0യും En0യും മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ ആയാൽ അതാണ് ശരിക്കും മാത്തമാറ്റിക്കലി ഡീജനറസി എന്ന കൺസെപ്റ്റ്. psi n0ന്റെ ഐഗൻ വാല്യൂ En0 ആണ്, psi L0ന്റെ ഐഗൻ വാല്യൂ EL0 ആണ്. EL0ന്റെയും En0ന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ psi n0യും psi L0യും are two eigenvectors belonging to the same eigenvalue En0 or EL0. ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് വെച്ച് പിന്നെ അതിനെ റെപ്രസെന്റ് ചെയ്യുള്ളൂ. അണ്ടർ സച്ച് എ കേസ് the unperturbed wave function must be written or might be written as a linear combination of these degenerate eigenfunctions psi L0 and psi L0. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ആയിട്ട് psi n0ന്റെയും psi L0ന്റെയും ലീനിയർ കോമ്പിനേഷൻ എടുക്കുകയാണ് ചെയ്യുക. ഇത് വെറുതെ എടുക്കുന്നതല്ല. ദിസ് ഈസ് the first and foremost property of quantum mechanical wave function. Always it will be satisfying the principle of superposition. Principle of superposition പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ വേവ് ഫംഗ്ഷന് ഒരു പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ആണ്. മോസ്റ്റ് സ്യൂട്ടബിൾ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് വരിക എല്ലായ്പ്പോഴും സെയിം എനർജി ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആകുന്ന എല്ലാ മാത്തമാറ്റിക്കൽ ഫംഗ്ഷന്റെയും ലീനിയർ കോമ്പിനേഷൻ ആണ്. ദിസ് ഈസ് റെഫേർഡ് ടു ആസ് ദി പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. Instantaneous amplitude equal to the linear combination or the superposition or the vector sum of the individual amplitude എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ if there are two different solutions, ഇപ്പൊ ഇതിന് കറസ്പോണ്ട് En0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഗൻ വാല്യൂ വരാം, ഷ്രോഡിംഗർ ഇക്വേഷൻ വരാം. EL0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഷ്രോഡിംഗർ ഇക്വേഷൻ വരാം. ഈ രണ്ട് ഷ്രോഡിംഗർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് psi n0യും psi L0യും ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് സ്യൂട്ടബിൾ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് എടുക്കേണ്ടത്. ഇഫ് ദർ ആർ ടു സൊല്യൂഷൻസ് ഫോർ ആൻ ഇക്വേഷൻ ആൻഡ് ദിസ് ഇക്വേഷൻ ഹാപ്പൻസ് ടു ബി ദ ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ, then the most suitable solution will be the resultant or the linear combination of these two equations. അതാണ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിളിന്റെ മാത്തമാറ്റിക്കൽ വെർഷൻ. അപ്പോൾ അതെന്ത് തന്നെ ആയിരുന്നാലും ഐ തിങ്ക് ദിസ് യു മൈറ്റ് ഹാവ് ലേൺഡ് ഇൻ യുവർ മോഡ്യൂൾ നമ്പർ 1 ക്വാണ്ടം മെക്കാനിക്സ് 1. എനിവേ, അപ്പോൾ അതാണ് ഡീജനറസി. അപ്പോൾ ഡീജനറസി ഉള്ള ഒരു കേസ് ആണെങ്കിൽ അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷനെ ഈ ഡീജനറേറ്റ് ഐഗൻ ഫംഗ്ഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതണം. So that I will write the unperturbed system being represented by a wave function phi. നേരത്തെ ഞാൻ psi n0 ആണ് nth ക്വാണ്ടം സ്റ്റേറ്റ്, psi L0 ആണ് nth ക്വാണ്ടം സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് ഇപ്പം മാറ്റുന്നു. സെയിം ക്വാണ്ടം സ്റ്റേറ്റ്, സെയിം എനർജി En0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഐഗൻ വെക്ടേഴ്സ് ഉണ്ട്, psi n0യും psi L0യും. അങ്ങനെയാണെങ്കിൽ ആ ക്വാണ്ടം സ്റ്റേറ്റ് En0നെ റെപ്രസെന്റ് ചെയ്യേണ്ട യഥാർത്ഥ വേവ് ഫംഗ്ഷനെ ഈ രണ്ട് ഡീജനറേറ്റ് വേവ് ഫംഗ്ഷന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതണം. Then phi is written as Cn psi n0 plus Cl psi L0. Now actually we are of course analyzing this case in the mathematical language, but rather than analyzing this in terms of the mathematical language, we will be interested in identifying the impact of perturbation being applied to such a system. So അപ്പോൾ ഇവിടെ ഞാൻ കൃത്യമായിട്ട് തന്നെ പറയുന്നു, അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ആയിട്ടാണ് ഇത് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇനി ഞാൻ ആ സിസ്റ്റത്തിന്റെ പുറത്ത് പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നു. സോ ദാറ്റ് ദി ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ representing the unperturbed system H0 modified to or get modified to H0 plus lambda H prime, where lambda is a small parameter referred to as the perturbation parameter. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് കാണിക്കുന്നത്. അപ്പോൾ H prime ആണ് പെർട്ടർബ്ഡ് പാർട്ട് ഓഫ് ഹാമിൽട്ടോണിയൻ.
ഈ പെർട്ടർബേഷൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫോർ ദാറ്റ് വി കൺസിഡർ ദ ഫസ്റ്റ് ഓർഡർ പെർട്ടർബേഷൻ ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഫസ്റ്റ് ഓർഡർ പെർട്ടർബേഷൻ ഇക്വേഷൻ എടുത്തു. ഇവിടെ ഞാൻ n0 എന്ന് ഈ എഴുതിയിട്ടുള്ളത് അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ആണ്. ഈ കേസിൽ ആ വേവ് ഫംഗ്ഷൻ ഫൈ ആണ്. പക്ഷെ ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഇക്വേഷൻ എടുത്ത് എഴുതാനും വേണ്ടിയാണ് ആദ്യം ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. h' ഓപ്പറേറ്റിംഗ് ഓവർ അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ പ്ലസ് h0 ഓപ്പറേറ്റിംഗ് ഓവർ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ വേവ് ഫംഗ്ഷൻ ഈക്വൽ ടു En1 ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി ടൈംസ് ഓർ ഓപ്പറേറ്റിംഗ് അല്ല ടൈംസ് ആണ്, ഇത് സ്കേലാർ ആണല്ലോ, ടൈംസ് ദി വേവ് ഫംഗ്ഷൻ റെപ്രസെൻറ്റിംഗ് ദി അൺപെർട്ടർബ്ഡ് സിസ്റ്റം പ്ലസ് En0 ടൈംസ് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ വേവ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഈ n0നെ നമ്മൾ ഈ ഡീജനറേറ്റ് കേസിലെ വേവ് ഫംഗ്ഷനായ ഫൈ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ദെൻ ദിസ് ബിക്കംസ് h' ഫൈ plus h0 n1 equal to en1 phi plus en0 n1. Now we replace phi by means of this representation. Then this becomes h prime cn n0 plus cl l0 plus h0 n1 equal to en1 സ്കലാർ പ്രൊഡക്റ്റ് അല്ല കെറ്റ് വെക്ടർ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു cn n0 plus cl l0 plus En0 n1. This is the secular equation for the first order correction, first order perturbation equation under degenerate case. This we take as in terms of a two-fold degenerate case. n-fold degenerate case ആണെങ്കിൽ ഈ എക്സ്പാൻഷൻ n എണ്ണം ടേംസ് ഉണ്ടാവും. അപ്പോൾ C1 ψ10 പ്ലസ് C2 ψ20 അങ്ങനെ ആയിട്ട് എടുക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു two-fold degenerate case എടുത്തിട്ട് ഒരു ജനറലൈസേഷൻ കിട്ടുന്ന റിസൾട്ടുകളുടെ ഒരു ജനറലൈസേഷൻ പിന്നെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അത് എടുക്കുന്നത്. നൗ ടേക്ക് ദ സ്കലാർ പ്രൊഡക്റ്റ് ഓഫ് ദിസ് ഇക്വേഷൻ ഫ്രം ലെഫ്റ്റ് ബൈ n0. നേരത്തെ നമ്മൾ അത് തന്നെയാണ് ചെയ്തത്. അൺപെർട്ടർബ്ഡ് വേവ് ഫംഗ്ഷനെ കൊണ്ട് സ്കലാർ പ്രൊഡക്റ്റ് എടുക്കുക. ഇവിടെ അപ്പോൾ രണ്ടെണ്ണം എടുക്കേണ്ടി വരുന്നു മാത്രം. കാരണം അൺപെർട്ടർബ്ഡ് വേവ് ഫംഗ്ഷനിൽ ഒരേ എനർജി ഉള്ള രണ്ട് വേവ് ഫംഗ്ഷൻസ് ഉണ്ട്. n0യും l0യും ആണ് നമ്മൾ അതിവിടെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ n0 കൊണ്ട് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് സ്കലാർ പ്രൊഡക്റ്റ് എടുക്കുന്നു. ദിസ് ബിക്കം സ്കലാർ പ്രൊഡക്റ്റ് n0 h' cn n0. ഈ ടേമിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യം cn n0 വരുന്നതും പിന്നെ ലെഫ്റ്റിലുള്ള മുഴുവൻ ടേം ഇൻറ്റു cl l0 വരുന്നു. സോ ദാറ്റ് ഈസ് പ്ലസ് സ്കലാർ പ്രൊഡക്റ്റ് n0 h' cl l0 പ്ലസ് അടുത്ത ടേം h0 n1നെ സ്കലാർ പ്രൊഡക്റ്റ് എടുത്തു. സ്കലാർ പ്രൊഡക്റ്റ് n0 h0 n1 ഈക്വൽ ടു ഓൺ ദ റൈറ്റ് സൈഡ് അവിടെയും സ്കലാർ പ്രൊഡക്റ്റ് എടുക്കുക. സ്കലാർ പ്രൊഡക്റ്റ് n0 en1 cn n0 പ്ലസ് സ്കലാർ പ്രൊഡക്റ്റ് n0 en1 cl l0 ടേമുകളെ സ്പ്ലിറ്റ് ചെയ്തു. പ്ലസ് സ്കലാർ പ്രൊഡക്റ്റ് n0 en0 n1. ഇനി ഈ റൈറ്റ് സൈഡിലെ ലാസ്റ്റ് ടേമും ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് ടേമും ഒന്ന് നോക്കിക്കേ. ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് ടേം ഇതാണ്. ഞാൻ ഓൾറെഡി അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐ മസ്റ്റ് റിമൂവ് ദാറ്റ് അണ്ടർലൈൻ. ഈ രണ്ട് ടേമും നോക്കൂ. ഇവിടെ h0 ഉണ്ട്. ഈ h0 അഡ്ജോയിന്റ് ഗെറ്റ് വെക്ടറിന്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ en0 കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് വരും. en0 കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് en0ക്ക് ഈക്വൽ ആണ്. കാരണം en0 എന്ന് പറയുന്നത് ഐഗൻ വാല്യൂ ഓഫ് h0 എ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആണ്, വിച്ച് ഈസ് റിയൽ. അപ്പോൾ ഈ h0 n0 എന്നുള്ള അഡ്ജോയിന്റ് ഗെറ്റ് വെക്ടറിന്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് വി ക്യാൻ റൈറ്റ് en0 കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് സ്കലാർ പ്രൊഡക്റ്റ് n0 n1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ടേമും വാനിഷ് ചെയ്യും. ഇനി അതുപോലെ ഇവിടെ h' ഇവിടെ ഗെറ്റ് വെക്ടറിന്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് അറിയണമെന്നുണ്ടെങ്കിൽ h' ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നേ വേണം. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ cn നമുക്ക് പുറത്തെടുക്കാം. cn പുറത്തെടുത്താൽ ബാക്കിയുള്ള സ്കലാർ പ്രൊഡക്റ്റ് n0 h' n0 എന്നാണ്. ഈ n0നെ നമ്മൾ കെറ്റ് n എന്ന് എഴുതിയിരുന്നല്ലോ. അപ്പോൾ ഇത് വരുന്നത് cn സ്കാലാർ ആണ്, അത് പുറത്തെഴുതി cn ഇൻറ്റു സ്കാലാർ പ്രൊഡക്റ്റ് n0നെ കെറ്റ് n അഡ്ജോയിന്റ് കെറ്റ് n എന്ന് എഴുതി, പിന്നെ h', പിന്നെ cn പുറത്തെടുത്തിട്ടുണ്ട് n0 വീണ്ടും കെറ്റ് n എന്ന് എഴുതി. ഇതിനെയാണ് പിന്നെ നമ്മൾ h'(nn) എന്ന് റെപ്രസെന്റ് ചെയ്തത്. അപ്പോൾ ആ ടേം വരിക cn h'(nn) പ്ലസ് അടുത്ത ടേം വരിക
this video will close in 10 seconds, so the remaining we will do it in the next video.